ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളതാണ്. ചിലവർക്ക് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, പക്ഷേ ആ ഒരു പേഴ്സൺ ഡെയിലി കാണുന്ന ആൾക്കാരുണ്ട്. എങ്കിലും അവരിൽ നിന്നൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല, അവർ മൗനമായിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ റീഡിംഗ് നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതൊന്നും അറിയാം. കാരണം ചിലർക്ക് സാഹചര്യം മോശമായതുകൊണ്ട് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. Okay, suffering in silence, foundation and achievements, solitude, mental conflict. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ സാഹചര്യം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏതൊരു മാനസികാവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ അവരുടെ ലൈഫിൽ വേറെ പല കാര്യങ്ങളും നല്ല രീതിയിൽ പോകുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ പുറമേ നിന്നുള്ള ഒരാൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പം എന്താ കുഴപ്പം, എല്ലാം ഇല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരിക്കാം. ഫിനാൻഷ്യലി ചിലപ്പോൾ ഓക്കെ ആയിട്ടുള്ളൊരു, അല്ലെങ്കിൽ ഒരു വെൽ സെറ്റിൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ ഫാമിലി വൈസ് അങ്ങനെ ആയിരിക്കാം. അതായത് ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ എല്ലാം തികഞ്ഞത് എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു തരത്തിലൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ഒട്ടും സന്തോഷത്തോടെയല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഇവിടെ നമ്മൾ ഈ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പേര് പോലെ തന്നെ സഫറിങ് ഇൻ സൈലൻസ് ആണ്. അതായത് അവർ നിശബ്ദമായിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ വേദന അവർ മാത്രമേ അറിയുന്നുള്ളൂ, മറ്റാരോടും അവർ ഷെയർ ചെയ്യുന്നില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ആ ഒരു അവസ്ഥ, മറ്റാരോടും ഒന്നും പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ പറയാനുള്ള ഒരു താല്പര്യമില്ലാതെ എല്ലാം അവനവനായിട്ട് തന്നെ അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് അതിനോടൊപ്പം തന്നെ ആ ഒരു സോളിറ്റ്യൂഡ് എനർജിയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെല്ലാം ആ ഒരു പേഴ്സൺ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ആരെല്ലാം ചുറ്റിലുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തി അത്രയും ആ ഒരു എന്താ പറയുക, ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലോ അല്ലാന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലൊന്നും അല്ല. അവിടെയും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടാവാം. ചില സമയത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വയം ഉൾവലിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കെല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് തോന്നും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ദീർഘമായിട്ട് നമ്മൾ ആലോചിക്കുന്ന ആ ഒരു സമയത്തായിരിക്കാം. അപ്പോൾ അതുപോലെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ആ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. മാനസികമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് നല്ലതുപോലെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ഒരു സമാധാനക്കേട്, സ്വസ്ഥതക്കേട്, ആലോചിച്ച് കഴിഞ്ഞിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല, കൺഫ്യൂഷൻ, ചില സമയത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറ്റബോധം, അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് ചുറ്റുമുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാം. തീരുമാനമെടുക്കാൻ ഉള്ളൊരു കാര്യം ആളുടെ ലൈഫിലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആൾക്കൊരു സ്റ്റക്നെസ് തോന്നുന്നുണ്ടാവാം. വേണോ വേണ്ടയോ എന്നുള്ളൊരു ആശങ്ക, ആ ഒരു കണ്ണ് കെട്ടിയ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ഒരു എനർജി. അപ്പോൾ ഇവർ തന്നെ അതിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു പരിഭ്രമം, ആങ്സൈറ്റി, എന്ത് കാര്യമായിക്കോട്ടെ അതിൽ നിന്നൊന്ന് വിട്ടു നിൽക്കാൻ ശ്രമിച്ചിട്ടും അതിനൊന്നും കഴിയാത്ത രീതിയിലുള്ളൊരു അവസ്ഥ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ചിലർക്ക് ഫിനാൻഷ്യലി വളരെ മോശമുള്ളൊരവസ്ഥയൊക്കെ അവരുടെ സിറ്റുവേഷനെ ബാധിക്കാറുണ്ട്, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് പല കാര്യങ്ങളും നല്ലതായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരു നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവർക്കെന്താ കുഴപ്പം, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചൂടെ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയൊക്കെ ആയിരിക്കാം. പക്ഷേ ആ പേഴ്സൺ മാനസികമായിട്ടൊരു വലിയ ഭാരവും പേറി നടക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്തൊക്കെ ഉണ്ടായിട്ടും മനസ്സിന് സ്വസ്ഥതയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല എന്ന് പറയുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് ഇവരിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടായിരിക്കാം, മറ്റു കാരണങ്ങളായിരിക്കാം, എന്താണെന്നുള്ളത് നമുക്കറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളോടുള്ള അവരുടെ ഒരു എനർജി നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു
ക്ലാരിറ്റി കിട്ടും. എന്താണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു പ്രശ്നം തന്നെയാണോ അവർ ഇത്രയധികം വിഷമിപ്പിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. Ace of Wands, Six of Wands, Six of Cups, the Devil, Eight of Swords, Nine of Pentacles, Two of Swords, Ten of Swords, Tower, Nine of Swords, Queen of Swords, the Magician, Nine of Cups, and the Fool. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ നമ്മളിവരുടെ ഒരു സിറ്റുവേഷൻ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, അവർ മാനസികമായിട്ട് വളരെ തളർന്നൊരവസ്ഥയിലാണ്. അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, സ്റ്റക്കാണ്, ഒരുപാട് വിഷമിക്കുന്നുണ്ട്, റിഗ്രറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ 4 കാർഡ്സിലുള്ള 2 എനർജീസ് നമുക്കിതിനകത്ത് അതേപോലെ തന്നെ കയറി വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കിതൊരു ഡബിൾ കൺഫർമേഷനായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ ഒരുപാട് വിഷമിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്വസ്ഥത കെടുത്തുന്നത്, അവർ സങ്കടപ്പെടുന്നത്, ലൈഫിൽ വേറെ പല കാര്യങ്ങളുണ്ടായിട്ടും മനസ്സുകൊണ്ടൊരു സ്വസ്ഥത ഇല്ലാതെ അവർ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ച് ഓർത്തിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്കിവിടെ കൺഫേം ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. നേരത്തെ നമുക്ക് വന്നിട്ടുള്ള ആ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് എനർജി നമുക്ക് സെയിം ആ ഒരു ഇൻഡിസിഷൻ മൈൻഡ് സെറ്റ് ഇവിടെ റിപ്പീറ്റായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 9 ഓഫ് സോർട്സ് എനർജി ആൻഡ് ദ സെയിം സഫറിങ് ഇൻ സൈലൻസ് എനർജി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ഈ ഒരു വ്യക്തി വേദനിക്കുന്നുണ്ട്, മനസ്സ് നിറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ചില റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ വരുന്നത് ഈഗോ പ്രോബ്ലംസ് കൊണ്ട് പരസ്പരം ഉണ്ടാവുന്ന ഒരു വിന്നിങ് ആയിട്ട്, എന്താ പറയുക, നമ്മൾ തർക്കിച്ച് ജയിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കാട് കയറി മിണ്ടാതെ പോകുന്ന ആൾക്കാരുണ്ട്, ദേഷ്യപ്പെട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥ വരാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ളൊരു പ്രശ്നം കൊണ്ടായിരിക്കില്ല നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്റ്റോ സെപ്പറേഷനോ ഉണ്ടായിട്ടുള്ളത്. അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സോഴ്സ് ഉണ്ടാവാം, അതിൻ്റേതായിട്ടുള്ളൊരു കാര്യം ഉണ്ടാവാം. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു റീസൺ ഉള്ളത് കൊണ്ട് അകന്ന് മാറി നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ നമ്മൾ പറഞ്ഞ പോലെ കേവലം ഒരു ഈഗോ ക്ലാഷ് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൗന്ദര്യ പിണക്കമോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ല, തക്കതായിട്ടുള്ളൊരു റീസൺ സംഭവിച്ചിട്ടുള്ളവരുടെ ആ ഒരു എനർജിയാണ്. ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് തീർത്തും നോ കോൺടാക്റ്റ് തന്നെ ആയിരിക്കണം. ഒരു ഓൺ ആൻഡ് ഓഫ് എന്ന് പോലും പറയാൻ പറ്റണമെന്ന് ഉണ്ടാവില്ല. കാരണം ഈ ഒരു വ്യക്തി അത്രത്തോളം ടയർഡായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, പഴയ കാര്യങ്ങൾ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. അതുമാത്രമാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ. നിങ്ങളോട് സഡൻ ഒരു ആക്ഷൻ എടുത്ത് വരാനായിട്ട് തന്നെ ആ ഒരു പേഴ്സൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് അത്രയും പ്രഷ്യസ് ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഈ ഒരു വ്യക്തി എൻ്റേതാണെന്നൊക്കെ പറയാനായിട്ട് ഒരുപാട് അഹങ്കരിച്ചിരുന്നിരിക്കും. അത്രയൊക്കെ അവർ പ്രൈഡായിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. എന്നാൽ ചില സമയത്ത് ഇവർ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. മേ ബി ഇതിനകത്തൊരു സ്ട്രോങ് തേർഡ് പാർട്ടി ഉണ്ടാവാം. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്. അതായത് ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സിറ്റുവേഷൻസ് മാറി മറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ എല്ലാം അവസാനിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പായോ എന്നുള്ള ഒരു ചിന്തയും ആ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട്. ചിലപ്പോൾ സഡൻ ആയിട്ടുള്ളൊരു ഫോൾ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. അവർ പോലും ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവണമെന്നില്ല. പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ തകിടം മറിയുന്ന ഒരു രീതിയിലേക്കായിരിക്കാം പോയിട്ടുണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ അത്രയും സഫർ ചെയ്യുന്നുണ്ട്. സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് കഴിയണമെന്നുണ്ടാവില്ല. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും, അല്ലെങ്കിൽ ചുറ്റും ഒരുപാട് ഒരു
സൗകര്യത്തിന് നടുവിലാണ് ഈ ഒരു പേഴ്സൺ ജീവിക്കുന്നതെങ്കിൽ പോലും അവർക്ക് സമാധാനം അല്ലെങ്കിൽ ആ ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിട്ട് നാളുകളായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ സത്യം പറഞ്ഞാൽ ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലുള്ള ഒരു ഹീലിംഗ്, മനസ്സമാധാനമൊക്കെ ആവശ്യമുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെ പറയാം. കാരണം അത്രത്തോളം ആ ഒരു പേഴ്സൺ അനുഭവിക്കുന്ന ഒരു പ്രഷർ അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ആയിക്കോട്ടെ അതുള്ളത് കൊണ്ട് മാത്രം മാറി നിൽക്കുകയാണ്. അല്ലാതെ അവരുടെ ഒരു താല്പര്യത്തിന് പോയതോ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയതോ അല്ല. തക്കതായിട്ടുള്ള ഒരു റീസൺ അതിൻ്റെ പിന്നിലുണ്ട്. അതാണ് ആ ഒരു വ്യക്തി മാറി നിൽക്കാൻ കാരണമെന്ന് നിങ്ങൾക്ക് പോലും അറിയായിരിക്കാം. കാരണം ഇവരുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലാണ്. പക്ഷെ ചിലവർ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു സറൗണ്ടിങ്സിലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അവരുടെ പ്രയാസങ്ങളൊന്നും കാണിക്കില്ല. നമ്മൾ ആദ്യത്തെ ആ ഒരു സ്പ്രെഡിനകത്ത് കണ്ടതുപോലെ സഫറിങ് ഇൻ സൈലൻസ് എല്ലാം ഉള്ളിൽ ഒതുക്കി സൈലൻ്റായിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥ. ചിലപ്പോൾ ആ ഒരു വിഷമവും സങ്കടവും ആരെ അറിയിക്കാതെ അവർ തന്നെ അത്രയും സഫോക്കേറ്റ് ചെയ്യുന്നുണ്ടാവും ഉള്ളിൽ. അപ്പോൾ അങ്ങനെയുള്ള എനർജി നമുക്കിവിടെ കാണാം. ഇനി ഒരു വ്യക്തിയായിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം അല്ലെങ്കിൽ ഈ ഒരു ചിന്തകളിൽ പോലും ഇത്രയും ഡിപ്പെൻഡ് ആവണ്ട. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവർക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ല എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ അവർക്ക് തോന്നുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും നിങ്ങളിൽ സറണ്ടർ ആയി പോയോ, മനസ്സ് മുഴുവൻ നിങ്ങളാണെന്ന് പോലും ആ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുന്നത് ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഫേസിലായിരിക്കാം. അപ്പോൾ ഇതൊരു അഡിക്ഷൻ ആണോ, ടോക്സിക് ആയിട്ടുള്ളൊരു ഇതാണോ എന്നൊക്കെ പോലും ചിന്തിച്ച് മാറിപ്പോവാൻ അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ. ഇപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ മനസ്സ് നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്രയും ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവരുടെ ഒരു ലോജിക് മൈൻഡ് സെറ്റ് തീരുമാനിച്ച് ഇത്രയും ഡിപ്രഷൻ ആവണ്ട അല്ലെങ്കിൽ ഇത്രയും വിഷമിക്കണ്ട എന്ന് വിചാരിച്ചിട്ടൊന്ന് മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. കാരണം ആ ഒരു പേഴ്സൺ അത്രത്തോളം ഇതിനകത്ത് സ്റ്റക്കാണ്. ഇവിടെ നമുക്ക് കൂടുതലായിട്ടും ആ ഒരു സോഴ്സ് എനർജി പലപ്പോഴായിട്ട് കയറി വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തി അത്രയും വേദനിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ കണ്ടതുപോലെ തന്നെ വളരെ കാര്യമായിട്ട് ആക്ഷൻ എടുക്കാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. എന്നാൽ അവർ നിന്ന് പോകുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റിൻ്റെ കാര്യം ഇത് തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ട് ആവശ്യത്തോടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു, കാണുന്നു, സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ഈ ഒരു പേഴ്സൻ്റെ മറ്റൊരു മൈൻഡ് അല്ലെങ്കിൽ അവരുടെ ഒരു ഉപബോധ മനസ്സ് ഈ ഒരു രീതിയിൽ ചിന്തിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അവസാനിച്ചു പോയത് അതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലായിരിക്കാം ഈ ഒരു എൻഡിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പോ ഒക്കെ നടന്നിട്ടുണ്ടാവുന്നത്. അപ്പോൾ അതോർത്ത് ഒരു ആകുലത കാര്യങ്ങൾ ഈ ഒരു പേഴ്സണ് നല്ലവണ്ണം ഉണ്ട്. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ അപ്പോൾ അവർ വളരെ സൈലൻ്റ് ആയിട്ട് നോക്കി നിൽക്കുകയോ ആക്ഷൻ എടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ആലോചിച്ച് ഒരുപാട് വിഷമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ പിടിമുറുക്കിയ ഒരു സമയത്ത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് വേറെ മാർഗ്ഗമില്ലാതെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളതുമായിരിക്കാം. ഒരു കാര്യം ഇവിടെ നമ്മൾ എടുത്ത് പറയേണ്ടത് നിങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളവരുടെ ലൈഫിൽ ആവശ്യമില്ലാന്ന് വെച്ചിട്ടോ ഒക്കെ മാറിപ്പോയിട്ടുള്ളൊരു പേഴ്സൻ്റെ എനർജി അല്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു നിവൃത്തികേട് കൊണ്ടല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പ്രഷർ കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധവും സങ്കടവും വിഷമവും റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള ഒരു ആങ്സൈറ്റി ഡിപ്രഷനൊക്കെ ഈ വ്യക്തിയിൽ നമുക്ക് നല്ലതുപോലെ കാണാം. അപ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ ഇപ്പോൾ ഇവരുടെ ഒരു കരിയർ വൈസോ അല്ലെങ്കിൽ ഏജ് വൈസോ ഒക്കെ ചിലപ്പോൾ നല്ല മെച്യൂർ ആയിരിക്കാം. വേറെ പല കാര്യങ്ങളും ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ടാവും. പക്ഷേ മനസ്സിന് സ്വസ്ഥത ഇല്ലെങ്കിൽ ഒന്നും എന്ത് കിട്ടിയിട്ടും കാര്യമില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ കറൻലി ഉള്ളത്. അപ്പം ഇത്രയേറെ ഈ ഒരു വ്യക്തി വിഷമിച്ചിട്ടും അവരത് മറ്റുള്ളവർ അറിയാതിരിക്കാനായിട്ട് ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിൽ പോലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നത് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അവർക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു പരിഭ്രാന്തി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉറപ്പില്ലാത്തൊരവസ്ഥ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓൾറെഡി ഇപ്പോഴത്തെ എനർജിയാണ് ആ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് എങ്കിൽ പോലും അത് ചിലപ്പോൾ പലപ്പോഴായിട്ട് ഇവരെ വേട്ടയാടുന്നുണ്ടാവാം. ഇനി അവർക്ക് കൂടുതൽ ഹേർട്ട് ആവാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, വിഷമമുണ്ട്. ഇവിടെ കൂടുതലായിട്ട് ഈ ഒരു വ്യക്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ഒരു പേടിയും വിഷമവും റിഗ്രറ്റും ഒക്കെ തന്നെയാണ്. ഇമോഷൻസ് ഉണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് നമുക്കിവിടെ കാണാം. പക്ഷേ എങ്കിലും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വയം ഹേർട്ട് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലവർ ആ ഒരു മുഖം മൂടി അണിഞ്ഞ് നിൽക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പരുക്കനായിട്ട് നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥ. പക്ഷെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി ചിലപ്പോൾ പുറമേ കാണിക്കുന്ന ഒരു ഫേസ് ആയിരിക്കും അത്. അവരുടെ മനസ്സ് അത്രത്തോളം നൈർമല്യമായിരിക്കും. നമ്മളിവിടെ പറഞ്ഞതുപോലെ ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാതെ ഉള്ളിൽ ഉരുകുകയായിരിക്കും. പക്ഷെ പുറമേ ഒരു കുഴപ്പമില്ല, ഞാൻ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആണ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിലാണെന്ന്
മറ്റുള്ളവരെ കാണിക്കാനുള്ളൊരു ശ്രമമായിരിക്കും. ഇനി ഇവിടെ നമുക്ക് വന്നിട്ടുള്ള 3 എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജീസാണ്. ഇവിടെ നമുക്ക് മജീഷ്യനെ കാണാം. അപ്പോൾ ഇത്രയേറെ ആ ഒരു വ്യക്തി വിഷമിക്കുന്നുണ്ട്, സഫർ ചെയ്യുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്, ആലോചിച്ച് കൂട്ടുന്നുണ്ട്, പലതും ചെയ്ത് കൂട്ടുന്നുണ്ട്. പക്ഷേ അവർ അതോടൊപ്പം തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു വിശ്വാസം നടക്കും എന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം ആ ഒരു എക്സ്പെക്റ്റേഷനാണ്. പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് മാറ്റം വരും. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആഗ്രഹ സാഫല്യം നടക്കും എന്നുള്ള ആ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാവുന്ന ഒരു സംഗതി തന്നെയാണ്. അതും ഇവരെ ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതായത് ഒരു വശത്ത് അവർ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളും പേടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറുവശത്ത് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമുക്ക് കാണാം. അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ കം ട്രൂ എന്ന് പറയുന്നത് പോലെ എല്ലാം അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എനിക്കിത് ക്രോസ് ചെയ്യാൻ പറ്റും. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ എന്നിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസവും അവർക്കുണ്ടെന്നുള്ളതാണ്. ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും അതെ, ആ ഒരു ന്യൂ ബിഗിനിങ് ആണ്. എല്ലാ കെട്ടുപാടുകളിൽ നിന്നും വേർപെട്ട് ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് അവരാകെ വലിഞ്ഞു കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. വലിഞ്ഞു കെട്ടുക ഇൻ ദ സെൻസ് ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരോടുള്ള പേടിയായിരിക്കാം, പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മോചിപ്പിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നല്ലതുപോലെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സ് തന്നെ ഈ ഒരു ചഞ്ചലപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അത് മാത്രമാണ്. അപ്പോൾ നിങ്ങളെ ഓർത്ത് ഒരുപാട് സഫർ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നോ കോൺടാക്റ്റിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റില്ല ആ ഒരു പേഴ്സൺ മനസ്സിന് അനുഭവിക്കുന്ന വിഷമം എന്താണ്, സങ്കടം എന്താണെന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യത്തെ ആ ഒരു സ്പ്രെഡിൽ പറഞ്ഞതുപോലെ വേറെ പല ആനുകൂല്യങ്ങളും വേറെ പല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം, ഓ അവരിപ്പോൾ ഹാപ്പി ആയിരിക്കും, പുറമേ ഒന്നും കാണിക്കുന്നില്ല, നമ്മൾ പറഞ്ഞ പോലെ കുറച്ചൊരു പരുക്കനായിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ മനസ്സിൻ്റെ അകത്ത് ഈ ഒരു വ്യക്തി അത്രയേറെ കരയാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആവുമെന്നുള്ളത് അറിയില്ല. റെസണേറ്റ് ആവുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 2, നമ്പർ 9, നമ്പർ 15 ആൻഡ് നമ്പർ 16. ഇനി അതുപോലെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ലീബ്ര, ജെമിനായി, വിർഗോ, ഏരീസ്, സ്കോർപ്പിയോ ആൻഡ് അക്വേറിയസ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കും ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സ്റ്റിൽ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും സ്നേഹമില്ലാത്ത പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എത്രയും കിടന്ന് അവർ വിഷമിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഫ്രീ ആയിട്ട് അവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു എൻജോയ്മെൻറ്റ്സിലൊക്കെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് പോകാവുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ അതവർ ചെയ്യാത്തത് തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ വേറെ പിരിഞ്ഞ് നിൽക്കുന്നതിലുള്ള വിഷമമൊക്കെ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും